നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രോഗിയെ ഗേറ്റിൽ തടഞ്ഞ താൽക്കാലിക ജീവനക്കാരനെ അടിയന്തരമായി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. മുൻ MLA-യുടെ ശുപാർശയിൽ നിയമിക്കപ്പെട്ട ആളാണ് ഈ ജീവനക്കാരൻ. രോഗിയുടെ ECG കൃത്യം 7:20-ന് എടുത്തിരുന്നതായും ഗേറ്റിൽ തടഞ്ഞതൊഴിച്ചാൽ മറ്റു വീഴ്ചകൾ പ്രാഥമികമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവത്തിൽ അഡീഷണൽ DHS, DMO, HOD, സൂപ്രണ്ട് എന്നിവരോട് അടിയന്തരമായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പഞ്ചായത്ത് പരിധിയിലെ ഹെൽത്ത് സെന്ററുകളിൽ സാമ്പത്തിക തടസ്സമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ സ്വകാര്യ മേഖലാ വ്യത്യാസമില്ലാതെ ചികിത്സാ വീഴ്ചകളിൽ കർശന നടപടി തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആകെ ഉണ്ടായ ആക്ഷേപം അദ്ദേഹത്തിൻ്റെ ഗേറ്റിൽ തടഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ അതനുസരിച്ച് അവിടെ തടഞ്ഞു നിർത്തിയ സ്റ്റാഫിനെ പിരിച്ചുവിട്ടു. അത് ഡെയിലി വേജസുകാരനാണ്. കഴിഞ്ഞ MLA ശുപാർശ എടുത്ത ആളാണ്. അയാളെ പിരിച്ചുവിട്ടു. മറ്റു കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അഡീഷണൽ DHS, DMO, അവിടുത്തെ HOD, ഹോസ്പിറ്റൽ സൂപ്രണ്ട് 4 അംഗങ്ങളെ ചുമതലപ്പെടുത്തി അവരോട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടു.